യെസ്, ഈ കാതലിന്റെ കഥയ്ക്കാണ് മികച്ച കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അത് ചെയ്തിരിക്കുന്നത് പോൾസണും ഒപ്പം ആദർശും ചേർന്നാണ്. പോൾസൺ ടെലിഫോൺ ലൈനിൽ ചേർന്നുണ്ട്. പോൾസൺ, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച്. ഈ നിമിഷം വളരെ സന്തോഷമുള്ളതാണെന്ന് അറിയാം. ആ സന്തോഷം എങ്ങനെയാണ് നമ്മുടെ പ്രേക്ഷകരുമായി പങ്കിടും? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മള് പേഴ്സണലി ആദ്യമായിട്ട് എഴുതുന്ന കഥയും തിരക്കഥയാണ്. അതിന് തന്നെ ഇങ്ങനെ ഒരു കേരളത്തിലെ ഏറ്റവും വലിയ അംഗീകാരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന്റെ ഒപ്പം തന്നെ നിർഭാഗ്യകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മികച്ച ഗ്രന്ഥത്തിന് അവാർഡ് കിട്ടിയ മഴവിൽ കണ്ണിലൂടെ മലയാള സിനിമ ജിയോചേട്ടൻ പരാമർശിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കിഷോർ കുമാർ ഞങ്ങളുടെ ഈ സിനിമയിൽ ഉടനീളം നമ്മുടെ കൂടെ നിന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഈ പറയുന്ന പോലെ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മളെ വിട്ട് ദൗർഭാഗ്യകരമായ പിരിയുകയുണ്ടായി. അപ്പൊ അതൊരു വല്ലാത്ത വിഷമമാണ്. അദ്ദേഹത്തിനും ഇത്തവണ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു വിഷമം കൂടി ഇതിന്റെ കൂടെ ഉണ്ട് എന്ന് ഓർക്കുന്നു. മികച്ച സിനിമയും കാതലായതിൽ വളരെയധികം സന്തോഷം. ജിയോ ചേട്ടനോടും പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു ഡെയറിംഗ് അറ്റംപ്റ്റ് ഞങ്ങൾ പറഞ്ഞപ്പോൾ അതിന്റെ കൺവിക്ഷനിൽ ചെയ്ത മമ്മൂക്കയോടും ജ്യോതിക മാമിനോടും മമ്മൂട്ടി കമ്പനിയോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ ജിയോ ഏറെ വൈകാരികമായിട്ടാണ് പ്രതികരിച്ചത്. ആദർശ് പോൾസണും ആദ്യം ഈ കഥയുമായി വന്ന നിമിഷങ്ങളൊക്കെ അദ്ദേഹം ഓർത്തെടുക്കുകയായിരുന്നു. നോക്കൂ പോൾസൺ, ഇപ്പോൾ മന്ത്രി തന്നെ പറഞ്ഞത് മലയാള സിനിമയിലെ ഒരു തലമുറ മാറ്റം, അതിനെക്കുറിച്ച് പ്രത്യേക കമന്റ് ഉണ്ടായിരുന്നു. മലയാള സിനിമയുടെ ഭാവി തന്നെ സുരക്ഷിതമാകുന്നു. ഒരുപാട് എഴുത്തുകാർ, നവാഗതരായ എത്രയോ സംവിധായകർ ഒക്കെ കടന്നു വരുന്നു എന്നുള്ള ആശാവഹമായ പ്രതീക്ഷയും മന്ത്രി പങ്കുവച്ചിരുന്നു. അതെ 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 തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ തന്നെ അവസാനം സ്ക്രീൻ ചെയ്ത് വന്നതിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ പുതുമുഖ സംവിധായകരുടേതാണ്. അപ്പോൾ പുതിയ ആൾക്കാർക്കാണ് പുതിയതായി എന്തെങ്കിലും പറയാണ്ടെന്ന് മമ്മൂക്ക തന്നെ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാറ്റം ഒരുപാട് കാലങ്ങൾക്ക് തന്നെ മുമ്പേ തുടങ്ങിയതാണെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ആർക്കും ഏതൊരു ഫ്രെയിമിൽ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന എങ്ങനത്തെ ആശയങ്ങളുള്ള ആൾക്കും വന്ന് തന്റെ പ്ലാറ്റ്ഫോം മലയാള സിനിമയോട് ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ കണ്ണ് മൊത്തം കേരളത്തിലേക്ക് അല്ലെങ്കിൽ മലയാള സിനിമയിലേക്ക് ഉറ്റുനോക്കുന്നത്. ഈ മലയാള സിനിമ ഇന്നോളം കണ്ടതിലെ ശക്തമായ 2 കഥാപാത്രങ്ങളാണ് തങ്കനും മാത്യു ദേവസയും. അപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുത്ത ആ കഥാപാത്രത്തെ നമ്മുടെ സംവിധാനങ്ങൾ, അതായത് ഒരു ഔദ്യോഗികമായ ഒരു അംഗീകാരം കൂടി കിട്ടുമ്പോൾ ആ സന്തോഷത്തിന് എത്രമാത്രം ഇരട്ടി മധുരമുണ്ട് പോൾസൺ? ഇരട്ടി മധുരമാണ്, അതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ ഒരുപാട് ആലോചിച്ചും ഒരുപാട് എന്താ പറയാ സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരുപാട് എന്താ പറയാ സൂക്ഷ്മമെടുത്തും ജിയോ ചേട്ടനും ആദർശും ഞാനും പിന്നെ ഒരു ലേറ്റർ സ്റ്റേജിലേക്ക് മമ്മൂക്കി ഒരുമിച്ചിരുന്നിട്ടാണ് ഇതിന്റെ സ്ക്രിപ്റ്റിന്റെ ഒരു ഫൈനൽ വെറ്റിങ്ങിലേക്കും അല്ലെങ്കിൽ അതിന്റെ ലോക്കിങ്ങിലേക്കൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ആ ഇൻവെസ്റ്റ് ചെയ്ത സമയം അല്ലെങ്കിൽ നമ്മളായിട്ട് എഫേർട്ടിന് ഒരു റിവാർഡ് അല്ലെങ്കിൽ അത് ജൂറിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. യെസ്, എന്താണെങ്കിലും ഒരിക്കൽ കൂടി അഭിനന്ദനം. നമ്മളുടെ അഭിനന്ദനം ആദർശിനെയും അറിയിക്കുക. ആദർശിനെ നമ്മൾ ഇവിടുന്ന് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മികച്ച കഥാകൃത്തായി തെരഞ്ഞെടുത്ത പോൾസണാണ് ഇപ്പോൾ സംസാരിച്ചത്. കാതലിന്റെ കഥയ്ക്കാണ് പുരസ്കാര നേട്ടം. ആടുജീവിതമാണ് ഏറ്റവും അധികം പുരസ്കാരങ്ങൾ നേടിയിരിക്കുന്നത്. ഒരു സാങ്കേതിക തികവടക്കം അതടക്കമുള്ള പുരസ്കാരങ്ങൾ ആടുജീവിതത്തെ തേടി എത്തിയിരിക്കുന്നു. ബ്ലസ്സിക്ക് അവാർഡുണ്ട്. ഒപ്പം തന്നെ മികച്ച നടൻ പൃഥ്വിരാജാണ്. മികച്ച ക്യാമറ അടക്കം ധാരാളം സാങ്കേതിക അവാർഡുകൾ കൂടി ആടുജീവിതം നേടുകയാണ്. നജീബിൻ്റെ കഥ പറഞ്ഞ, ചുട്ടുപൊള്ളിക്കുന്ന ജീവിത കഥ പറഞ്ഞ ഒരു സിനിമയായിട്ടല്ല, ഒരു ജീവിതാനുഭവമായി തന്നെയാണ് മലയാളികൾ ആ സിനിമയെ വിലയിരുത്തിയത്. അതിലെ ഓരോ മണൽത്തരി പോലും പ്രേക്ഷകരുടെ കണ്ണിൽ കുരുങ്ങിപ്പോയിരുന്നു. അസഹ്യമായി പ്രേക്ഷകരെ കണ്ണുപൊള്ളിച്ച, ഹൃദയവേദന ഉണ്ടാക്കിയ സിനിമയായിരുന്നു അത്. അതിൻ്റെ ഏറ്റവും ഭാവതീവ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ച നജീബ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച പൃഥ്വിരാജാണ് മികച്ച നടനുള്ള പുരസ്കാരം നേടുന്നത്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സിനിമ അനുഭവങ്ങളുടെ ആദ്യ പേരുകളിൽ ആടുജീവിതം ഉണ്ടായിരിക്കും. ആടുജീവിതം പുരസ്കാര നേട്ട പട്ടികയിലും തിളങ്ങുകയാണ്.